വെൽക്കം ബാക്ക് ടു വ്ളോഗ്സ് ബൈ റംസി. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെയിൻ കേക്കാണ്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിൽ 3 ടേബിൾ സ്പൂൺ, ഒരു മുട്ട, ചൂടുവെള്ളം 3 ടേബിൾ സ്പൂൺ, മൈദ 6 ടേബിൾ സ്പൂൺ, കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിഞ്ച് സോൾട്ട്. ആദ്യം ഒരു ബേക്കിംഗ് ട്രേയിൽ പേപ്പർ ഇട്ട് അതിൽ ഓയിൽ തടവി നമ്മൾ മാറ്റി വയ്ക്കേണ്ടതാണ്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക, അതിനൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്ത് മുട്ടയിലേക്ക് നമ്മൾ ഇന്ന് ചേർക്കേണ്ടത് പൗഡർ ഷുഗറാണ്. പൗഡർ ഷുഗർ ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്യുക. വാനില എസൻസ് ആഡ് ചെയ്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളുടെ തൈര് നമ്മളതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ല മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് സീവ് ചെയ്തതിലേക്ക് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതാണ്. ഈ പൊടികളെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പൊടികൾ മിക്സ് ചെയ്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ മിക്സ് ചെയ്ത് വീണ്ടും നമ്മൾ ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് നമ്മളൊന്ന് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. 15 to 20 മിനിറ്റാണ് ബേക്കിംഗ് ടൈം. 150 രീതിയിൽ വേവിക്കുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ബോയിൽ ചെയ്ത് നല്ല തണുപ്പിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. മോസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം കോൺഫ്ലവർ ആഡ് ചെയ്യുക. അതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ആഡ് ചെയ്ത് ഒന്ന് ബോയിൽ ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കുക. കുറുകിയതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ക്രീം ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും മാറ്റി വയ്ക്കുക. വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിച്ച് അത് നമ്മൾ ഈ ചോക്ലേറ്റ്സ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. മെൽറ്റ് ചെയ്യാൻ ഡബിൾ ബോയിലും ചെയ്യാൻ ഞാനിവിടെ ഓവനിൽ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബീറ്റർ ഉപയോഗിച്ച് നമ്മളൊന്ന് സ്റ്റിഫാക്കി എടുത്തിട്ടുണ്ട്. ആ ക്രീമിലേക്ക് നമ്മളുടെ ഈ മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടും നന്നായിട്ട് പരളുന്ന രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വയ്ക്കുക. നമ്മുടെ കേക്ക് ഡ്രീം കേക്കിൻ്റെ ടിന്നനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യേണ്ടതാണ്. കട്ട് ചെയ്തതിന് ശേഷം ഈ കേക്ക് എടുത്ത് ഇറക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുക. ഷുഗർ സിറപ്പ് നന്നായിട്ട് കേക്കിൽ അബ്സോർബ് ആവണം. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും മിക്സ് ചെയ്ത് വെച്ച് മിക്സിയിലേക്ക് തേച്ച് കൊടുക്കേണ്ടതാണ്. ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്പാച്ചിലയോ എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മളുടെ ആ മോസ് ഉണ്ടല്ലോ, ചോക്ലേറ്റ് മോസ്, അത് നന്നായിട്ടൊന്ന് ഒഴിച്ചിട്ട് നല്ല എല്ലായിടവും പറ്റുന്ന രീതിക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് സ്പ്രെഡ് ആയതിനു ശേഷം നമ്മൾ അതിൽ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഒരു അരമണിക്കൂർ ഫ്രീസറിലേക്ക്. ശേഷം കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് എടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുകളിലേക്ക് ഒഴിച്ചെടുത്ത് അത് ഒന്ന് ലെവൽ ചെയ്ത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കൊക്കോ പൗഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക. ടെസ്റ്റിംഗ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസിനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.